മരത്തിൽ തീർത്ത മാസ്മരികത കൊണ്ട് മലയാളികളുടെ മനസ്സ് കീഴടക്കിയാണ് ഒരു ഹരിയാനക്കാരൻ. കോഴിക്കോട് വടകര സർഗാലയത്തിൽ അന്താരാഷ്ട്ര കരകൗശല മേള നടക്കുകയാണ്. അവിടെയാണ് കരവിരുതിൻ്റെ വിസ്മയ കാഴ്ച നമ്മൾ കണ്ടത്. മരത്തിൽ അത്ഭുതങ്ങൾ തീർക്കുകയാണ് ഇവിടെ. ഹരിയാന സ്വദേശി സൂര്യകാന്ത് ബോന്ദ്വാലാണ് ഈ അത്ഭുത ശില്പി. വടകര സർഗാലയിൽ നടക്കുന്ന അന്താരാഷ്ട്ര കരകൗശലമേളയിൽ എത്തുന്നവർക്ക് ഇത് കൗതുക കാഴ്ചയാണ്, ഒപ്പം അത്ഭുതത്തിൻ്റെയും. ശില്പഗുരു ഉൾപ്പെടെ 6 തവണ ദേശീയ പുരസ്കാരം നേടിയ പാരമ്പര്യത്തിന്റെ കരുത്തുമായാണ് എത്തിയത്. ഇതാദ്യമായാണ് കേരളത്തിൽ. പണ്ട് ആനക്കൊമ്പിൽ പണിത കമനീയ രൂപങ്ങൾ ഇപ്പോൾ മരത്തിൽ കൊത്തി തീർക്കുകയാണ് ഈ ശില്പി. മരത്തിൽ അത്ഭുതം തീർക്കുമ്പോഴും വിനയത്തോടെ സൂര്യകാന്ത് ബോന്ദ്വാൽ പറയുന്നത് ഇങ്ങനെ: आइवरी बैन होने के बाद सैंडलवुड और कदमवुड में आए हैं और यहाँ पर हम फर्स्ट टाइम आए हैं. हमारे फैमिली में नेशनल अवार्ड, स्टेट अवार्ड, एनएमसी अवार्ड, शिल्प गुरु अवार्ड है और हम लगभग 100-125 साल से यही कार्य कर रहे हैं. കാണാനെത്തുന്നവർക്കും പറയാനുണ്ട്. നല്ല ഭംഗിയുണ്ട്, വെറൈറ്റിയാണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ സാധാരണ കാണാത്ത മാലകളുണ്ട്, ഇതുവരെ കാണാത്ത പല മോഡലുകളും കാണുന്നുണ്ട്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഹാൻഡ് മെയ്ഡ് സാധനമായത് കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. നല്ല അടിപൊളിയായ സാധനങ്ങളും ഇവിടെ കാണാൻ നല്ല ചന്തമൊക്കെ ഉള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ. വടക്കേ ഇന്ത്യയിൽ നിന്നുമെത്തി കേരളത്തിൻ്റെ മനസ്സ് കീഴടക്കുകയാണ് ഈ ശില്പഗുരു. ഇതൊരു കിളിക്കൂടാണ്, മരത്തിൽ കൊത്തിത്തീർത്ത കിളിക്കൂട്. ഈ കൂടിനുള്ളിൽ 2 കിളികളുണ്ട്. 3 ദിവസമെടുത്താണ് സൂര്യകാന്ത് ബോന്ദ്വാൽ ഇത് കൊത്തിത്തീർത്തത്. കരകൗശല നിർമ്മാണം അക്ഷരാർത്ഥത്തിൽ സർഗാത്മകതയുടെ പ്രകടനമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ജനപ്രീതി ഏറുന്നതും. ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം സർഗാലയത്തിൽ നിന്നും ദീപക് ധർമ്മടം, 24.